കാശ് സമ്പാദിക്കാൻ പറ്റുന്ന പല മാർഗങ്ങളുണ്ടെങ്കിലും അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുകയും ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് പ്രയോജനം കിട്ടുകയും ചെയ്യുന്ന രണ്ട് പ്രോഗ്രാമുകളെ പറ്റിയാണ് ഞാൻ ഇന്ന് വീഡിയോയ്ക്കകത്ത് ചർച്ച ചെയ്യുന്നത്. ഒന്ന്, ഗൂഗിളിൻ്റെ തന്നെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് പ്രോഗ്രാം അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ ആഡ്സെൻസ് എന്ന് പറയുന്ന അഡ്വർടൈസ്മെൻറ്റ് പ്രോഗ്രാം. അഫിലിയേറ്റ് പ്രോഗ്രാമുകൾ ഏറ്റവും മികച്ചതാണ് ആമസോൺ തരുന്ന അഫിലിയേറ്റ് പ്രോഗ്രാം. ഈ രണ്ട് പ്രോഗ്രാമുകളും ഏകദേശം ഒരേപോലെ തന്നെ ഓൺലൈനായിട്ടുള്ള ആഡുകളെ പ്രൊമോട്ട് ചെയ്തോ അല്ലെങ്കിൽ പ്രോഡക്റ്റുകളെ പ്രൊമോട്ട് ചെയ്തോ സെയിൽസ് വർദ്ധിപ്പിച്ച് അതിനകത്ത് നിന്ന് ഏണിങ്സ് ഉണ്ടാകുന്ന പ്രോഗ്രാമാണെങ്കിലും രണ്ട് പ്രോഗ്രാമിലും അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഏരിയയെ പറ്റിയാണ് സംസാരിക്കുന്നത്. വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങൾക്ക് വീഡിയോയ്ക്കകത്ത് നിന്ന് നിങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള എന്തെങ്കിലും ഗുണങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും സുഹൃത്തുക്കൾക്കൊക്കെ കാണാൻ പറ്റുന്ന രീതിയിൽ വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യുക. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വേറെ പല കമ്പനികളുമായിട്ടൊക്കെ അഫിലിയേറ്റ് ചെയ്തുകൊണ്ട് പ്രോഡക്റ്റ് സെല്ല് ചെയ്യുകയോ സർവീസിലേക്ക് ആൾക്കാരെ എത്തിക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ട് അതിനകത്തുനിന്ന് കമ്മീഷൻ എമൗണ്ട് ആയിട്ട് കുറച്ച് ഏണിങ്സ് ഉണ്ടാക്കുന്ന, നമുക്ക് ഓൺലൈനായിട്ട് തന്നെ കാശ് സമ്പാദിക്കാൻ പറ്റുന്ന ഒരുപാട് മാർഗങ്ങളെ പറ്റി ഒരുപാട് വീഡിയോകളും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഏരിയക്കകത്ത് ഓൺലൈനായിട്ട് കാശ് സമ്പാദിക്കാൻ പറ്റുന്ന പല മാർഗങ്ങൾ ഉണ്ടെങ്കിലും അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുകയും ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് പ്രയോജനം കിട്ടുകയും ചെയ്യുന്ന രണ്ട് പ്രോഗ്രാമുകളെ പറ്റിയാണ് ഞാൻ ഇന്ന് വീഡിയോയ്ക്കകത്ത് ചർച്ച ചെയ്യുന്നത്. ഒന്ന്, ഗൂഗിളിൻ്റെ തന്നെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് പ്രോഗ്രാം അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ ആഡ്സെൻസ് എന്ന് പറയുന്ന അഡ്വർടൈസ്മെൻറ്റ് പ്രോഗ്രാം. നമുക്കറിയാം, നമുക്കൊരു വെബ്സൈറ്റോ ബ്ലോഗോ ഒക്കെ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിലോ നമുക്ക് ഗൂഗിളുമായിട്ട് അഫിലിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ വെബ്സൈറ്റിനകത്ത് പരസ്യങ്ങൾ കാണിച്ച് ആ പരസ്യങ്ങളിൽ കിട്ടുന്ന കമ്മീഷൻ എമൗണ്ട് ആയിട്ട് നമുക്ക് ഏണിങ്സ് ആയിട്ട് നമുക്ക് കിട്ടും. ഈ ആഡ്സെൻസ് എന്ന് പറയുന്ന അഡ്വർടൈസ്മെന്റ് പ്രോഗ്രാം അല്ലെങ്കിൽ ആഡ്സെൻസ് എന്ന് പറയുന്ന പബ്ലിഷേഴ്സിന് ആഡ് വഴി റവന്യൂ സമ്പാദിക്കാൻ പറ്റുന്ന, കാശ് സമ്പാദിക്കാൻ പറ്റുന്ന പ്രോഗ്രാം. ക്ലിക്ക് ബേസ് ചെയ്താണ് നമുക്ക് കാശ് കിട്ടുക. നമ്മളെ വെബ്സൈറ്റ് ആഡ്സെൻസിന് വേണ്ടി അപ്ലൈ ചെയ്യണം. വെബ്സൈറ്റ് വെച്ചുകൊണ്ട് ഒരു ജിമെയിൽ അക്കൗണ്ട് വെച്ചുകൊണ്ട് അപ്ലൈ ചെയ്യണം. ആപ്ലിക്കേഷൻ നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ വെബ്സൈറ്റ് ആഡൊക്കെ കാണിക്കാൻ, അഡ്വർടൈസ്മെന്റ് ഒക്കെ കാണിക്കാൻ യോഗ്യമാണെന്ന് ഉറപ്പാക്കുക. നമ്മുടെ വെബ്സൈറ്റ് നല്ല ക്വാളിറ്റിയുള്ള കണ്ടന്റ്സും നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡിസൈനും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ആഡ്സെൻസിന് വേണ്ടി അപ്ലൈ ചെയ്യാം. നമ്മൾ വെബ്സൈറ്റ് വെച്ചുകൊണ്ട് ബ്ലോഗ് വെച്ചുകൊണ്ടൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ആഡ്സെൻസിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ നമ്മുടെ വെബ്സൈറ്റിനെ ചെക്ക് ചെയ്തിട്ട് അതിനകത്ത് ആഡ് കാണിക്കാനുള്ള യോഗ്യതയുണ്ടോ, നമ്മുടെ വെബ്സൈറ്റ് അഡ്വർടൈസ്മെന്റുകൾ കാണിക്കാനുള്ള യോഗ്യതയുണ്ടോ എന്നുള്ള ചില കാര്യങ്ങളാണ് ഗൂഗിൾ ആദ്യം ചെക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിനകത്ത് ഉള്ള കണ്ടന്റ്സ്, നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന മാറ്റേഴ്സ് ഒക്കെ അവരുടെ ആഡ്സെൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള പോളിസിക്ക് അനുസൃതമാണോ എന്ന് കൂടെ ഗൂഗിൾ ചെക്ക് ചെയ്യും. ചില കണ്ടന്റ്സിൽ ഗൂഗിൾ ആഡ്സെൻസ് പബ്ലിഷ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആഡ് കാണിക്കാനുള്ള അനുമതി കൊടുക്കാറില്ല. അങ്ങനെയുള്ള വെബ്സൈറ്റുകൾ എന്ന് പറയുമ്പോൾ ചിലപ്പം ഇല്ലീഗൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ആയുധങ്ങളൊക്കെ വിൽക്കുന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും റേഷ്യലായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ വരുത്തുന്ന അങ്ങനെയുള്ള വെബ്സൈറ്റുകളെ ഒന്നും, ഇല്ലീഗൽ ഡ്രഗ്സ് ഒക്കെ വിൽക്കുന്ന വെബ്സൈറ്റുകളെ ഒന്നും ഗൂഗിൾ ആഡ്സെൻസ് പ്രോഗ്രാമിനകത്തേക്ക് അവരുടെ പോളിസി അനുസരിച്ച് അവർ ചേർക്കാറില്ല. ആപ്ലിക്കേഷൻ കൊടുത്താലും റിജക്റ്റ് ചെയ്യാറാണ് പതിവ്. നമ്മുടെ വെബ്സൈറ്റിനകത്തുള്ള കണ്ടന്റ്സ് ഒക്കെ അഡ്വർടൈസ്മെന്റ് ചെയ്യാനുള്ള, അഡ്വർടൈസ്മെന്റ് ഫ്രണ്ട്ലി ആണെന്നുണ്ടെങ്കിൽ ഗൂഗിൾ നമ്മുടെ വെബ്സൈറ്റിന്റെ ആഡ്സെൻസിന്റെ ആപ്ലിക്കേഷൻ അപ്രൂവ് ചെയ്യും. അങ്ങനെ അപ്രൂവ് ചെയ്ത് കിട്ടിയാൽ നമുക്ക് ആഡ്സെൻസിനകത്തേക്ക് ലോഗിൻ ചെയ്ത് കയറാം. ആഡ്സെൻസിനകത്ത് ലോഗിൻ ചെയ്തിട്ട് നമുക്ക് ആഡ് കോഡുകൾ നമ്മുടെ വെബ്സൈറ്റിനകത്ത് സേവ് ചെയ്തിട്ട് നമ്മുടെ വെബ്സൈറ്റിനകത്ത് എവിടെയൊക്കെയാണോ അഡ്വർടൈസ്മെന്റുകൾ കാണിക്കേണ്ടത്, ഉദാഹരണത്തിന് ഗൂഗിളിനകത്ത് ആഡ്വേർഡ്സ് എന്ന് പറയുന്ന പരിപാടി വഴി അല്ലെങ്കിൽ പ്രോഗ്രാം വഴി അഡ്വർടൈസ് ചെയ്യുന്ന ആൾക്കാരുടെ ആഡ് യൂണിറ്റുകളായിരിക്കും നമ്മുടെ വെബ്സൈറ്റിനകത്ത് തുടക്കത്തിൽ കാണിക്കാം. അപ്പോൾ ആ ആഡ് നമ്മുടെ വെബ്സൈറ്റിൽ വരുന്ന വിസിറ്റേഴ്സ് കാണുകയും ആ ആഡുകളിൽ ക്ലിക്ക് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് നിന്നുള്ള ഏണിങ്സ് കിട്ടും. ഗൂഗിളിന്റെ ആഡ്സ് പ്രോഗ്രാം, PPC, പേ പെർ ക്ലിക്ക് പ്രോഗ്രാമിന്റെ ഗൂഗിളിന് അതുവഴി കിട്ടുന്ന ഏണിങ്സിന്റെ ചെറിയ കമ്മീഷനാണ് നമുക്ക് ആഡ്സെൻസ് വഴി ഷെയർ ചെയ്യപ്പെടുന്നത്. അങ്ങനെ ഷെയർ ചെയ്യപ്പെടുന്ന ഏണിങ്സ് നമുക്കൊരു ത്രെഷോൾഡ് എമൗണ്ട് ആയിട്ടുള്ള $100 എത്തുമ്പോഴാണ് നമുക്ക് ആ എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഗൂഗിൾ ട്രാൻസ്ഫർ ചെയ്യാം. നമ്മൾ ഒരു മാസത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ത്രെഷോൾഡ് എമൗണ്ട് $100 എത്തിയാൽ, അല്ലെങ്കിൽ 2-3 മാസം കഴിയുമ്പോൾ നമുക്ക് ത്രെഷോൾഡ് എമൗണ്ട് $100 എത്തിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത മാസം
ആ എമൗണ്ട് എസ്റ്റിമേറ്റ് ഏണിങ്സ് ആയിട്ട് ചെക്ക് ചെയ്യുകയും ചെക്കിങ്ങിലൊക്കെ നമ്മളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് നമ്മുടെ വെബ്സൈറ്റിനകത്തുള്ള ക്ലിക്സ് ഒക്കെ കൃത്യമായിട്ട് ജെന്യൂൻ ആയിട്ടൊക്കെ കിട്ടിയിരിക്കുന്നതാണെന്നുള്ള രീതിയിലൊക്കെ ചെക്കിംഗ് ആണ് നടക്കുക. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്ത മാസം ഒരു 15-ാം തീയതിയോട് കൂടി അത് ഫൈനലൈസ് ചെയ്ത് അതിൽ എസ്റ്റിമേറ്റ് ഏണിങ്സ് ആയിട്ട് കാണിച്ചിരുന്ന എമൗണ്ട് എലിജിബിൾ ഏണിങ്സ് ആവുകയും ചെയ്യും. ആ എലിജിബിൾ ഏണിങ്സ് ഒരു 15 കഴിഞ്ഞ ഒരു 20-23-ാം തീയതിയോട് കൂടി നമ്മൾ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരുന്ന മെക്കാനിസമാണ് ആഡ്സെൻസിനകത്തുള്ളത്. എന്നാൽ ഇതുപോലെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന അഫിലിയേറ്റ് പ്രോഗ്രാമുകൾ ഏറ്റവും മികച്ചതാണ് ആമസോൺ തരുന്ന അഫിലിയേറ്റ് പ്രോഗ്രാം. ഈ രണ്ട് പ്രോഗ്രാമുകളും ഏകദേശം ഒരേപോലെ തന്നെ ഓൺലൈനായിട്ടുള്ള ആഡുകളെ പ്രൊമോട്ട് ചെയ്തോ അല്ലെങ്കിൽ പ്രൊഡക്റ്റുകളെ പ്രൊമോട്ട് ചെയ്തോ സെയിൽസ് വർദ്ധിപ്പിച്ച് അതിനകത്തുനിന്ന് ഏണിങ്സ് ഉണ്ടാക്കുന്ന പ്രോഗ്രാം ആണെങ്കിലും രണ്ട് പ്രോഗ്രാമിനും അതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. ഗൂഗിൾ ആഡ്സെൻസിനകത്ത് നമ്മളുടെ വെബ്സൈറ്റിനകത്തോ ബ്ലോഗിനകത്തോ പരസ്യങ്ങൾ കാണുന്ന ഒരു വ്യക്തി അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് അതിൽ സ്പെൻഡ് ആകുന്ന എമൗണ്ടിന്റെ ഒരു ശതമാനം അല്ലെങ്കിൽ അതിലൊരു കുറച്ച് എമൗണ്ട് നമ്മളുടെ കമ്മീഷനായിട്ട് കിട്ടുക. ആ ഏണിങ്സ് ആണ് നമ്മളുടെ ത്രഷോൾഡ് എമൗണ്ട് $100 ആകുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ആഡ്സെൻസ് ഇങ്ങനെ ഒരു ക്ലിക്ക് ബേസ് ചെയ്താണ് നമുക്ക് ഏണിങ്സ് കിട്ടുന്നതെങ്കിൽ ആമസോണിന്റെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് പ്രോഗ്രാമിൽ തികച്ചും നമ്മളുടെ ലിങ്ക് വഴി സെയിൽസ് നടന്നാൽ മാത്രമേ അവിടെ സാധിക്കുകയുള്ളൂ, നമുക്ക് ഏണിങ്സ് കിട്ടാനുള്ള സാധ്യത ഉണ്ടാകും. ഉദാഹരണത്തിന് നമ്മൾക്ക് ഈ രണ്ട് പ്രോഗ്രാമുകളിലും എളുപ്പത്തിൽ ആപ്ലിക്കേഷൻ അപ്രൂവ് ചെയ്ത് കിട്ടുന്ന പ്രോഗ്രാം ആമസോണിന്റെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് പ്രോഗ്രാമാണ്. ആഡ്സെൻസിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം നമ്മളെ വെബ്സൈറ്റ് അതിന് കമ്പാറ്റബിൾ അല്ലെന്നുണ്ടെങ്കിൽ കൂടുതൽ ദൈർഘ്യമായിട്ടുള്ള സമയമൊക്കെ എടുക്കും. നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞ് റീഅപ്ലൈ ചെയ്യണം. വെബ്സൈറ്റിനകത്ത് എന്തെങ്കിലും പോരായ്മകളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ആപ്ലിക്കേഷൻ അപ്രൂവ് ചെയ്ത് തരത്തുള്ളൂ. പക്ഷെ ആദ്യമേ തന്നെ വെബ്സൈറ്റ് അഡ്വർടൈസ്മെന്റ് ഫ്രണ്ട്ലി ആണെങ്കിൽ, നല്ല കണ്ടന്റ്സ് ഉള്ള ഒരുപാട് വിസിറ്റേഴ്സ് കിട്ടുന്ന വെബ്സൈറ്റ് ആണെങ്കിൽ ആപ്ലിക്കേഷൻ ആദ്യമേ തന്നെ അപ്രൂവ് ചെയ്ത് തരാറുണ്ട്. എന്നാൽ ആമസോണിന്റെ അഫിലിയേറ്റ് പ്രോഗ്രാമിനകത്ത് നമുക്കൊരു വെബ്സൈറ്റോ ബ്ലോഗോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ, ചിലപ്പോൾ 12 മണിക്കൂറിൽ തന്നെ നമുക്ക് ആപ്ലിക്കേഷൻ അപ്രൂവൽ കിട്ടാറുണ്ട്. അവിടെ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആമസോണിനകത്ത് കൂടുതൽ വിറ്റുപോകുന്ന പ്രോഡക്ട്സ്, കൂടുതൽ ആൾക്കാർ വാങ്ങിക്കുന്ന പ്രോഡക്ട്സ് നമുക്ക് സെലക്ട് ചെയ്തുകൊണ്ട് അതിന്റെ അഫിലിയേറ്റ് ലിങ്കുകൾ നമ്മൾ വെബ്സൈറ്റിനകത്ത് കൊടുത്ത് നമുക്ക് അതിനകത്തുനിന്ന് സെയിൽസ് വർദ്ധിപ്പിക്കാവുന്നതാണ്. ഉദാഹരണത്തിന് ആമസോണിനകത്ത് നമ്മൾ അഫിലിയേറ്റ് ആയിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, ആപ്ലിക്കേഷൻ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനകത്തുനിന്ന് സെലക്ട് ചെയ്യുന്ന പ്രോഡക്റ്റിനെ പറ്റി എന്തെങ്കിലും ബ്ലോഗ് പോസ്റ്റുകളോ ആർട്ടിക്കിൾസോ ഒക്കെ തയ്യാറാക്കി അതിലേക്കുള്ള അഫിലിയേറ്റ് ലിങ്ക് കൊടുത്തിട്ടാണ് പബ്ലിഷ് ചെയ്യുക. ഈ പബ്ലിഷ് ചെയ്യുന്ന ബ്ലോഗുകൾ നമുക്ക് ഗൂഗിൾ സെർച്ച് കൺസോളൊക്കെ ഉപയോഗിച്ച് വേണമെങ്കിൽ ഗൂഗിളിൽ ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കാം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കൂടുതൽ വിസിറ്റ് നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരും. നാച്ചുറലി നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരുന്ന വിസിറ്റേഴ്സ്, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഇറങ്ങിയ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിനെ പറ്റിയാണ് ആമസോണിനകത്ത് അഫിലിയേറ്റ് ചെയ്തൊരു ബ്ലോഗ് പോസ്റ്റായിട്ട് പബ്ലിഷ് ചെയ്തതെങ്കിൽ ആ പ്രോഡക്റ്റിന് വേണ്ടി സെർച്ച് ചെയ്ത് വരുന്ന ആൾക്കാർ നാച്ചുറലി സെർച്ച് ചെയ്യുന്ന ആളായിരിക്കും. അപ്പോൾ ആ ആള് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നാച്ചുറലി നമ്മൾ ബ്ലോഗ് പോസ്റ്റിലേക്ക് എത്തുകയും നമ്മൾ ആ പ്രോഡക്റ്റിനെ പറ്റി എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ വായിക്കുകയൊക്കെ ചെയ്തിട്ട് ആ അഫിലിയേറ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്ത് അത് പർച്ചേസ് ചെയ്താൽ ആ പർച്ചേസ് നടക്കുന്നതിന്റെ ടോട്ടൽ എമൗണ്ടിന്റെ ടാക്സ് പോയിട്ടുള്ള എമൗണ്ടിന്റെ ഇത്ര പെർസെൻറ്റേജ്, ചില പ്രോഡക്റ്റുകൾക്ക് ആമസോൺ 9% ഒക്കെ കൊടുക്കാറുണ്ട്, ചില പ്രോഡക്റ്റുകൾക്ക് 8% കൊടുക്കാറുണ്ട്. ഹോം അപ്ലയൻസ് പോലെയുള്ള സംഭവങ്ങൾ, കിച്ചൺ വെയർ, അങ്ങനെയുള്ള പ്രോഡക്റ്റുകൾക്കൊക്കെ ഇപ്പം ആമസോൺ കൊടുക്കുന്ന അഡ്വർടൈസ്മെന്റ് കോസ്റ്റ് അഥവാ അഫിലിയേറ്റ് ഇൻകം ഏണിങ്സ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ആ പ്രോഡക്റ്റിന്റെ ടോട്ടൽ ടാക്സ് പോയിട്ടുള്ള എമൗണ്ടിന്റെ 8%, 9% ഒക്കെയാണ്. അപ്പൊ നമ്മളുടെ ബ്ലോഗ് വഴി ആ പ്രോഡക്റ്റിനെ പറ്റി അറിഞ്ഞ് വായിച്ച് അതിൽ ക്ലിക്ക് ചെയ്ത് പർച്ചേസ് നടക്കുമ്പോൾ ആ പ്രോഡക്റ്റ് മേടിക്കാനായിട്ട് സ്പെൻഡ് ചെയ്ത എമൗണ്ടിന്റെ ടാക്സ് പോയ എമൗണ്ടിന്റെ 9%, 8% എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ഏണിങ്സ് ആകും. അപ്പൊ നമ്മളെ ബ്ലോഗുകളിലേക്ക് പല പ്രോഡക്റ്റുകളെ നമ്മൾ എഴുതി പബ്ലിഷ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രോഡക്റ്റുകളെ പറ്റി വിശദീകരിച്ചോ എക്സ്പ്ലെയിൻ ചെയ്തോ ഒക്കെ നമ്മൾ ബ്ലോഗ് പോസ്റ്റുകളോ ആർട്ടിക്കിളോ ഒക്കെ പബ്ലിഷ് ചെയ്യുമ്പോൾ അതിൽ ആകർഷകരാകുന്ന അല്ലെങ്കിൽ അതിൽ ആകർഷിച്ച് വരുന്ന ആൾക്കാർ അത് വായിച്ച് നോക്കിയിട്ട് അഫിലിയേറ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്ത് പർച്ചേസ് ചെയ്യുന്ന രീതിയാണ് ആമസോണിനകത്തുള്ളത്. എന്നാൽ ആഡ്സെൻസിനകത്ത് നമ്മളെ വെബ്സൈറ്റിലേക്ക് എത്തുന്ന ആൾക്കാർ ക്ലിക്ക് ചെയ്യുന്ന മുറയ്ക്ക് തന്നെ ഏണിങ്സ് ആയിട്ട് നമുക്ക് കിട്ടുകയും ആമസോണിന്റെ അഫിലിയേറ്റ് പ്രോഗ്രാം ആണെങ്കിൽ നമുക്ക് പ്രോഡക്റ്റുകളിൽ അല്ലെങ്കിൽ ആഡുകളിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഏണിങ്സ് ഒന്നും കിട്ടത്തില്ല. അവിടെ നമ്മളുടെ പ്രോഡക്റ്റുകൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ആ പ്രോഡക്റ്റുകൾ അവർ പർച്ചേസ് ചെയ്താൽ മാത്രമേ അവിടെ ഒരു സെയിലിലേക്ക് മാറി അത് അവർ ഷിപ്പ് ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ ഏണിങ്സ് ആയിട്ട് കാണിക്കുകയുള്ളൂ. പിന്നെ ഗൂഗിളിന്റെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് പ്രോഗ്രാമിനകത്ത്, ആഡ്സെൻസ് പ്രോഗ്രാമിനകത്തുള്ള പ്രത്യേകത,
അത് ക്ലിക്ക് അനുസരിച്ചാണ് ഏണിങ്സ് കിട്ടുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഒപ്പം തന്നെ നമുക്ക് ഓരോ മാസവും ത്രെഷോൾഡ് ആകുന്ന മുറയ്ക്ക് തന്നെ പിറ്റേ മാസം അത് ചെക്ക് ചെയ്തതിന് ശേഷം അടുത്ത മാസം 23 തീയതികളിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് പേയ്മെന്റ് വരാറുണ്ട്. എന്നാൽ ആമസോണിനകത്ത് ചെറിയ വ്യത്യാസമുള്ളത്, നമ്മൾ വഴി അഫിലിയേറ്റ് ലിങ്ക് വഴി പർച്ചേസ് ചെയ്യപ്പെടുന്ന പ്രോഡക്റ്റുകളുടെ ഒരു റിട്ടേൺ ടൈം കൂടുതലുള്ള ഉണ്ടാകുന്നുണ്ടെങ്കിൽ 10 ദിവസം 15 ദിവസമൊക്കെയാണ് റിട്ടേൺ, അവരുടെ പോളിസി അനുസരിച്ച് റിട്ടേൺ ടൈം എങ്കിൽ, പ്രോഡക്റ്റ് റിട്ടേൺ ചെയ്യുന്ന സമയമെങ്കിൽ അതുകൂടെ കഴിഞ്ഞിട്ടായിരിക്കും. അങ്ങനെ ഒരു 3 മാസം കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ആ എമൗണ്ട് കിട്ടുക. ത്രെഷോൾഡ് എമൗണ്ടിന്റെ കാര്യം പറയുകയാണെങ്കിൽ ആഡ്സെൻസിനകത്ത് $100 ആണ് ഒരു ത്രെഷോൾഡ് എമൗണ്ട് എങ്കിൽ ആമസോണിനകത്ത് അത് 1000 രൂപയാണ്. നമുക്ക് ഈ മാസം അവസാനം 1000 രൂപ നമ്മുടെ അഫിലിയേറ്റ് ലിങ്കുകളിലൂടെ ആൾക്കാർ പർച്ചേസ് ചെയ്ത് പ്രോഡക്റ്റ് മേടിച്ച് നമുക്ക് 1000 രൂപ എത്തിയിട്ടുണ്ടെങ്കിൽ അത് അതിന്റെ റിട്ടേൺ പോളിസി ടൈം കഴിയുന്ന ഒരു 3 മാസം കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരുന്നതാണ്. അപ്പം നമ്മൾ ഇന്ന് ആമസോൺ അഫിലിയേറ്റുകളെ പറ്റിയും അല്ലെങ്കിൽ ഗൂഗിൾ ആഡ്സെൻസ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് പ്രോഗ്രാമുകളെ പറ്റിയാണ് പറഞ്ഞത്. നമുക്ക് ഇന്ന് ഈ വീഡിയോക്കകത്ത് ഞാൻ ഇതിനു മുമ്പേ അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിനെ പറ്റി റീസെന്റ് ആയിട്ട് എടുത്ത ഒരു ക്ലാസിന്റെ വീഡിയോ, അതിന്റെ ലിങ്ക് കൂടെ ഡിസ്ക്രിപ്ഷനകത്ത് ചേർക്കാം. നിങ്ങൾക്ക് ആ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. കാരണം ആ വീഡിയോ ലൈവായിട്ട് ക്ലാസ് എടുത്ത സ്ക്രീൻ റെക്കോർഡ് ചെയ്ത ക്ലാസ് ആണ്, അല്ലെങ്കിൽ അതിന്റെ വീഡിയോയുടെ ക്ലാസ് ആണ്. അപ്പം അതിലെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, ഏതൊക്കെ സ്റ്റെപ്പാണ് അപ്ലൈ ചെയ്യാനുള്ളത്, ഇത് അതിന്റെ ഒരു മുഖവര വീഡിയോ മാത്രമാണ്. അപ്പൊ ആ വീഡിയോ നിങ്ങൾ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കാണുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോക്കകത്ത് തന്നെ ഞാൻ മുകളിൽ ഇതിൻ്റെ അകത്ത് കാർഡായിട്ട് ആഡ് ചെയ്യാം. ഒപ്പം തന്നെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനകത്ത് അതിന്റെ ലിങ്കും കൊടുക്കാം. അത് അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിനെ പറ്റി പറയുകയും അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിന് അപ്ലൈ ചെയ്യുന്നതിന്റെ സ്റ്റെപ്പുകളും, എങ്ങനെ വളരെ ഈസി ആയിട്ട് ഒരു പ്രൊഡക്റ്റിനെ അഫിലിയേറ്റ് ചെയ്ത് നിങ്ങളുടെ ബ്ലോഗിനകത്തോ വെബ്സൈറ്റിനകത്തോ പബ്ലിഷ് ചെയ്യാം, എങ്ങനെ അഫിലിയേറ്റ് ലിങ്ക് എടുക്കാം, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, വളരെ ഈസി ആയിട്ട് ലളിതമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അഫിലിയേറ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളുടെ ഇമേജ്, ക്വാളിറ്റിയുള്ള ഇമേജ് എങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാം, അങ്ങനെയുള്ള പല ടിപ്പുകളും ആ വീഡിയോക്കകത്തുണ്ട്. ഇത് അതിന്റെ മുഖവര വീഡിയോ ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ നിങ്ങളത് ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ബ്ലോഗോ വെബ്സൈറ്റ് ഒക്കെ ഉള്ള ആൾക്കാർ, ഇതിനു വേണ്ടി ഒരു ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണമെങ്കിലും ബ്ലോഗറിൽ ഒരു ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യാം. ഒരു ബ്ലോഗ് സ്പോട്ട് ബ്ലോഗ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയുള്ള വീഡിയോ ചാനലിനകത്ത് ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഞാനത് നിങ്ങൾക്ക് സൗകര്യാർത്ഥം ആ ബ്ലോഗിന്റെ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ കൂടെ ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനകത്ത് ആഡ് ചെയ്യാം. അപ്പം നമ്മൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെയും എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇന്നത്തെ വീഡിയോ അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിനെ പറ്റിയാണ്. നിങ്ങൾക്ക് ഇപ്പോഴും നമുക്കറിയാമല്ലോ, ഓൺലൈനായിട്ടാണ് ആൾക്കാർ കൂടുതലും പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ആമസോൺ പോലെയുള്ള വെബ്സൈറ്റുകളിൽ നിന്നൊക്കെ ഒരുപാട് പർച്ചേസ് ചെയ്യുന്ന സുഹൃത്തുക്കളൊക്കെ നമ്മൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സുഹൃത്തുക്കളുമായിട്ട് ബന്ധപ്പെട്ട വാട്സപ്പ് ഗ്രൂപ്പുകൾ, നിങ്ങളുടെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ നിങ്ങൾക്ക് അഫിലിയേറ്റ് ലിങ്കുകളെ പ്രൊമോട്ട് ചെയ്തോ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ബ്ലോഗോ വെബ്സൈറ്റോ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടെങ്കിൽ അതുവഴിയൊക്കെ ഈ അഫിലിയേറ്റ് ലിങ്കുകളെ കൂടുതൽ ആൾക്കാരുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് വഴി അതിലാരെങ്കിലും ഒക്കെ അതിൽ ക്ലിക്ക് ചെയ്ത് പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ കമ്മീഷൻ എമൗണ്ട്, അഫിലിയേറ്റ് എമൗണ്ട് നിങ്ങൾക്ക് നേടാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾക്കും ഓൺലൈനായിട്ട് കുറച്ച് ഇൻകം സമ്പാദിക്കാനുള്ള ടിപ്സ് ആണ്, ഗൈഡ്ലൈൻസ് ആണ് ഞാൻ ഈ വീഡിയോക്കകത്ത് തന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ടോ, അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്ന വീഡിയോ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കണ്ടിട്ടോ എന്തെങ്കിലും സംശയം, ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളായിട്ട് ഷെയർ ചെയ്യുക. ഈ ചാനലിനകത്തുള്ള കണ്ടന്റ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്. ഞാൻ ബ്രഹ്മദാസ്, സൈനിങ് ഓഫ്. ബൈ ബൈ.